ഇന്ന് നമുക്ക് ഹൗസ് മേറ്റ്സ് എന്ന തമിഴ് സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പ്രണയിച്ച പെണ്ണിനെ വിവാഹം കഴിച്ച് ഫ്ലാറ്റ് വാങ്ങി അവിടെ താമസമായ നായകനായ കാർത്തിക് ജോലിക്ക് പോയപ്പോൾ ഭാര്യ അനു വീട് മുഴുവൻ ക്ലീൻ ചെയ്തപ്പോഴോ ടേബിളിനടിയിലായിട്ട് ഒരു കൊച്ചുകുട്ടി വരച്ച ചിത്രം കാണും. വീട് വാങ്ങി കുറച്ചു നാളായിട്ട് എങ്ങനെ അവിടെ ഇങ്ങനെ വന്നതെന്ന് അവൾ ചിന്തിക്കുന്നു. അവൾ ഈ ഒരു കാര്യം കാർത്തിക്കിനോട് പറയും. എന്നാൽ കാർത്തിക് പറഞ്ഞത് ഇതിനു മുൻപ് താമസിച്ച ഏതെങ്കിലും കുട്ടികൾ വരച്ചതായിരിക്കുമെന്ന്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ആ ചിത്രത്തിന്റെ എണ്ണം കൂടി വന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ഇത് ഞങ്ങളുടെ വീടാണെന്നും പിന്നെ ഫ്ലാറ്റിന്റെ നമ്പരുമൊക്കെ ആ ഒരു ചിത്രങ്ങളിൽ എഴുതി വെക്കുവാനായും തുടങ്ങി. അത് കാണുന്ന അനുവിന് വല്ലാതെ പേടിയാകും. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ലൈറ്റ്, ഫാന്, TV ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുന്നു, ഓഫ് ആകുന്നു. മാത്രവുമല്ല, കോളിംഗ് ബെല്ല് കേൾക്കും. ഡോർ ഓപ്പൺ ആവുകയും പെട്ടെന്ന് തന്നെ ക്ലോസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതാര് ചെയ്യുന്നെന്ന് അവർക്കറിയത്തേയില്ല. അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം അവിടെയുണ്ടെന്ന് രണ്ടാൾക്കും മനസ്സിലായി. മാത്രവുമല്ല, ഒരു ദിവസം എന്തോ ഭിത്തിയിൽ കണ്ട് അനു അലറി വിളിക്കും. ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എഴുതി വെച്ചിരിക്കുന്നതാ. വീട്ടിൽ വല്ല പ്രേതത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട് ഒരു സ്വാമിയെ കൊണ്ടുവന്ന് പൂജ നടത്തിയപ്പോഴോ അവിടെ പ്രേതമില്ല എന്ന് പറയും. എന്നാൽ പിന്നീട് ഇവരെ രണ്ടുപേരെയും കൂടാതെ ആ വീട്ടിൽ മൂന്നാമതായിട്ടുള്ള ആൾ ആരാണ് എന്നൊക്കെ അറിയണ്ടേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കഥാനായകനായ കാർത്തികിനെയാണ് കാണിക്കുന്നത്. കാർത്തിക് സ്വന്തമായിട്ട് ഫ്ലാറ്റ് വാങ്ങുവാനായി പോവുകയാണ്. അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. ഫോമിൽ ഒപ്പിടുവാനായി വരുന്ന സമയത്താണ് തന്റെ കൈ തട്ടി ഒരു ഇങ്ക് ബോട്ടിൽ അതിലേക്ക് ചരിഞ്ഞതും. അങ്ങനെ ആ ഒരു ഫോം ആണെങ്കിൽ കുളമായി പോകും. അതുകൊണ്ട് തന്നെ അടുത്തൊരു ഫോം എടുത്തു കൊടുക്കും. അപ്പോൾ ദേ കറണ്ടും പോകുന്നു. അത് കാരണം ഒപ്പിടുവാനായും പറ്റുന്നില്ല. അതൊക്കെ കാണുന്ന കാർത്തിക് ചിന്തിക്കും, ഇതെന്താ വല്ല ദുശകനവുമാണോ? ഒപ്പിടുവാനായി പോകുന്ന സമയമെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നൊക്കെ അവന് നെഗറ്റീവായി ഫീൽ ചെയ്യും. എന്നാലും കറണ്ട് വരുമ്പോൾ അതൊക്കെ പോട്ടെ എന്ന് ചിന്തിച്ച് അവൻ വീണ്ടും ഒപ്പിടുകയാണ്. എന്നാൽ ഫ്ളാറ്റിലെ ചാവി വാങ്ങുന്ന സമയത്തോ ചാവി കൊടുക്കുന്ന ആളുടെ കയ്യിൽ നിന്നും ചാവി തറയിലേക്ക് വീഴുന്നു. അവസാനം അത് എടുത്തിട്ടൊക്കെയാണ് കാർത്തികിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതും. അപ്പോഴും കാർത്തികിന് വല്ലാതെ നെഗറ്റീവായി ഫീൽ ചെയ്യും. ഇത്രയും കഷ്ടപ്പെട്ട് അവൻ ഈ ഫ്ലാറ്റ് വാങ്ങുന്നത് എന്തിനെന്നാൽ അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. പെൺകുട്ടിയുടെ പേരാണ് അനു. കാർത്തിക്കും അവന്റെ ഫാമിലിയും വാടകയ്ക്കാണ് താമസിക്കുന്നതും. വാടക വീടിന്റെ ഓണറിന്റെ മകളാണ് അനു. അനുവിനെ അവൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നേരിട്ട് അനുവിന്റെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കും. എന്നാൽ അനുവിന്റെ അച്ഛൻ പറയുന്നത്, കേറിക്കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത നിനക്ക് എങ്ങനെ പെണ്ണ് തരുമെന്ന. ആ ഒരു വാശിക്കാണ് കാർത്തിക് ദേ ഇപ്പോൾ ഫ്ലാറ്റ് വാങ്ങിയിരിക്കുന്നതും. അങ്ങനെ ഫ്ലാറ്റ് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അനുവിന്റെ വീട്ടിൽ പെണ്ണ് ചോദിക്കുവാനായി ചെല്ലുന്നു. അപ്പോഴും അവളുടെ അച്ഛനാണെങ്കിലോ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് തന്നെ നിൽക്കും. അനുവിനോട് ചോദിക്കുന്ന സമയത്തും അച്ഛൻ പറയുന്നതിനപ്പുറം തനിക്കില്ല എന്നാണ് അനു പറയുന്നതും. അവൾ എന്നിട്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. എന്നാൽ ദേ അച്ഛന്റെ മുന്നിൽ വെച്ച് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്ത് കയറിപ്പോയ അനു ഇപ്പോൾ ദേ അവരുടെ ഫ്ളാറ്റിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അച്ഛന് മുന്നിൽ അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്ക് കാർത്തികിനെ ഒരുപാട് ഇഷ്ടമാണ്. കാർത്തികിനോടൊപ്പം ഒരുമിച്ച് ജീവിക്കണമെന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹവും. അതിനു വേണ്ടിയിട്ടാണ് ദേ ഇപ്പോൾ അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നതും. അങ്ങനെ കാർത്തികും അനു വിവാഹം കഴിച്ച് ഫ്ളാറ്റിലെത്തി ഒരുമിച്ച് താമസിക്കുവാനായി ആരംഭിക്കുന്നു. അങ്ങനെ അനുവിന്റെയും കാർത്തികിന്റെയും ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു രാത്രി വലിയൊരു മിന്നലടിക്കും. ആ മിന്നലില് അനുവിന്റെയും കാർത്തികിന്റെയും ഫ്ളാറ്റിലെ ഒരു ഭിത്തിയിലാണെങ്കിൽ ഒരു ക്രാക്ക് വീഴുകയാണ്. അവർ രണ്ടുപേരും അത് ശ്രദ്ധിച്ചതുമില്ല. അടുത്ത ദിവസം കാർത്തിക് ജോലിക്ക് പോയ സമയം അനു ആണെങ്കിൽ ഫ്ളാറ്റ് മുഴുവൻ വൃത്തിയാക്കുന്ന സമയമായിരുന്നു. ഒരു ടേബിൾ മാറ്റി നോക്കിയപ്പോഴോ കൊച്ചു കുട്ടികൾ എന്തോ കുത്തി വരച്ചതുപോലെ അവൾ അവിടെ കാണുന്നു. അത് കണ്ട അനു ചിന്തിക്കും, ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെയൊന്നും കണ്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീണത് എന്നവൾ ചിന്തിച്ച് ഉടനെ തന്നെ ഫോട്ടോ എടുത്ത് കാർത്തികിന് അയക്കുന്നു. കാർത്തിക് പറയുന്നത്, മിക്കവാറും ഇതിനു മുൻപ് വല്ല കുട്ടികളും അവിടെ താമസിച്ചു കാണും, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ, അതുകൊണ്ടത് വിട്ടുകളയുവാനായിട്ടും അനുവിനോടും പറഞ്ഞു. അങ്ങനെ അനുവും അത് മൈൻഡ് ചെയ്യാതെ അവളുടെ ജോലികളൊക്കെ അവൾ തുടർന്നു കൊണ്ടേയിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് അനു കുളിക്കുവാനായും പോകും. അപ്പോൾ ദേ TV ഓട്ടോമാറ്റിക്കായിട്ട് ഓണായിട്ട് ടോം ആൻഡ് ജെറി കാർട്ടൂൺ വരുന്നു. അതും വലിയ സൗണ്ടിലാണ് കേൾക്കുന്നതും. അത് കേട്ട അനു ഉടനെ തന്നെ വന്ന് TV ഓഫ് ചെയ്യുകയാണ്. എന്നാൽ TV ഓഫ് ചെയ്തിട്ടും വീണ്ടും TV ഓൺ ആകുന്നു. അത് കാരണം അനു വല്ലാതെ പേടിക്കുന്നു. ഉടനെ തന്നെ പ്ലഗിൽ നിന്നും അതിന്റെ കണക്ഷനാണ് ഊരിവിടുന്നതും. അപ്പോഴാണ് TV ഒന്ന് ഓഫായതും. അതോടുകൂടി അനു ഒന്ന് ശാന്തമാകും. കുളിയെല്ലാം കഴിഞ്ഞ് അവൾ ബെഡ്റൂമിൽ ഇരിക്കുകയാണ്. അവൾക്ക് TV ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയതുകൊണ്ട് തന്നെ വല്ലാത്ത പേടിയും. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിലിരിക്കുന്ന സമയം അവൾ ഏത് ടേബിളിന്റെ അടിയിലായിട്ടാണ് കുട്ടികൾ വരച്ച ചിത്രം കണ്ടത്, അതേ ടേബിളിന്റെ അടിയിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കുന്നു. അവൾ ഉടനെ തന്നെ പോയി നോക്കുന്ന സമയത്ത് കാണുന്നത്, നേരത്തെ ഒരു സ്ക്വയർ ഷേപ്പിലായിരുന്നു ചിത്രം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു ചിത്രം ഒരു വീട് പോലെ വരച്ചിട്ട് അതിൽ ഇവരുടെ ഫ്ലാറ്റിന്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നതും.
അതും കൂടി ആയപ്പോൾ അനുവിന് വല്ലാതെ പേടിയായി. പേടിച്ചു പോയ അനു ഇനി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല, ഇവിടെ എന്തോ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് തന്നെ പാർക്കിൽ പോയി ഇരിക്കാമെന്ന് ചിന്തിച്ച് ഫ്ളാറ്റും ലോക്ക് ചെയ്ത് അവൾ നേരെ പാർക്കിൽ വന്നിരിക്കും. കുറേ നേരം കഴിഞ്ഞതും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കാർത്തിക് ആണെങ്കിലോ തിരികെ വരികയായിരുന്നു. കാർത്തിക്കിനോട് അനു നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഈ ഒരു ഫ്ളാറ്റിൽ എന്തോ അമാനുഷിക ശക്തികളുടെ സാന്നിധ്യമുണ്ടെന്നാ തോന്നുന്നത് എന്നൊക്കെ അനു പറയുമ്പോൾ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണെന്നോ ഈ ഒരു ഫ്ളാറ്റ് വാങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്നാണ് കാർത്തിക് പറയുന്നതും. സത്യത്തിൽ കാർത്തിക് അവന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സേവിങ്സും പിന്നെ ബാങ്കിൽ നിന്ന് കുറച്ച് കാശ് ലോൺ എടുത്തിട്ടൊക്കെയാണ് ഈ ഫ്ളാറ്റ് വാങ്ങിയത്, അതും അനുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്നാൽ ഇപ്പോൾ അനുദേ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ കാർത്തിക്കിനത് ഇഷ്ടമാകുമോ? ഇല്ല. എന്നാൽ അനു പറയുന്നത് പോകെ പോകെ നിനക്കത് മനസ്സിലാകുമെന്നാ. എന്നാൽ അവിടെ മറ്റൊരു ഫ്ളാറ്റില് മഹി എന്നൊരു കുട്ടിയുണ്ട്. അവന്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്കൂളില്ലാത്ത ദിവസമല്ല മഹി അവിടെ ഒറ്റയ്ക്കാണ്. അങ്ങനെ ഒരു ദിവസം ഒറ്റയ്ക്കിരിക്കുന്ന സമയം അവൻ ചിത്രമൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുന്നു. മാത്രവുമല്ല അവൻ ഇരിക്കുന്നതിന് ഓപ്പോസിറ്റുള്ള അലമാരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തുറക്കുകയും അതിനുള്ളിലായിട്ട് തുണികളൊക്കെ ഇരുന്ന് അനങ്ങുന്നതും കാണുന്നു. അതെന്താണെന്ന് മഹി സൂക്ഷിച്ചു നോക്കും. അപ്പോൾ അതിനകത്തു നിന്നൊരു രൂപമാണെങ്കിൽ മഹിയെ പെട്ടെന്ന് അതിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അവന്റെ അച്ഛനും അമ്മയും വന്നു നോക്കുമ്പോൾ കാണുന്നത് ബോധമില്ലാതെ കിടക്കുന്ന മഹിയാണ്. മഹിയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. മഹിക്കാണെങ്കിൽ നല്ല പനിയുമായിരുന്നു. ഡോക്ടറിനോട് മഹിക്ക് നല്ല പനിയാണെന്ന് പാരന്റ്സ് പറയുമ്പോൾ എന്ത് പറ്റിയെന്ന് ഡോക്ടർ മഹിയോട് ചോദിക്കും. എന്നാൽ മഹി പറയുന്നത്, ഞങ്ങളുടെ ഫ്ളാറ്റില് പ്രേതമുണ്ട്, അത് കാണിക്കുന്നതൊക്കെ കണ്ടാൽ പേടിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് പറയുന്നു. എന്നാൽ ഡോക്ടർ പറയുന്നത്, എടാ മോനെ, അങ്ങനെയൊന്നുമില്ല, പ്രേതവും ഭൂതവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഡോക്ടർ പറയുമ്പോഴും അവൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ കുട്ടിയല്ലേ എന്ന് കരുതിയിട്ട് അവൻ പറഞ്ഞതെല്ലാം ഡോക്ടർ അങ്ങ് സമ്മതിച്ചു കൊടുക്കും. വീട്ടുകാരോടും അത് സമ്മതിക്കുവാനായിട്ട് ഡോക്ടർ അങ്ങ് പറയും. എന്നാൽ മറ്റൊരു വശത്ത് ഫ്ളാറ്റിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു അനു. കാർത്തിക് ജോലിക്ക് പോയി. വിവാഹശേഷം കാർത്തിക് മനുവും മാത്രമാണ് ഫ്ളാറ്റിലേക്ക് താമസം മാറിയതും. അതുകൊണ്ട് തന്നെ അനു അവിടെ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്കിരിക്കുകയായിരുന്ന അനു ദിവസങ്ങൾ കഴിയുന്തോറും അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കുന്നു. എന്തെന്നാൽ ആദ്യം TV ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി. പിന്നീട് മേശയുടെ അടിയിൽ നിന്നും ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. എന്നാൽ ദേ ഇപ്പോൾ അടുക്കളയിലെ ടാപ്പ് ആരോ തുറന്നു വിട്ടതുപോലെ വെള്ളം പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അത് കാരണം അനുവിന് വല്ലാതെ പേടിയായി. ഇവിടെ എന്തെങ്കിലും അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ടോ, അതോ മറ്റുള്ളവർക്ക് അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് അനു അടുത്തുള്ള ഫ്ളാറ്റിലുള്ളവരോട് എല്ലാവരോടും പോയി ചോദിക്കും. എന്നാൽ അവർക്കാർക്കും ഒന്നും അറിയില്ലെന്നും അവർക്കൊന്നും അങ്ങനെ ഫീല് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നതും. എന്നാൽ അതേ സമയം തന്നെ അതേ സ്ഥലത്ത് 10 വർഷമായിട്ട് മലക്കറി വിൽക്കുവാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അയാൾ അനുവിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഈ ഒരു അപ്പാർട്ട്മെന്റിലില്ലേ, ഇവിടെ F ബ്ലോക്കിൽ ഒരു ഫാമിലി താമസിച്ചിരുന്നു. ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും. ഒരിക്കൽ അവരാണെങ്കിൽ ഒരു ട്രിപ്പ് പോയ സമയത്ത് ആക്സിഡന്റായി 3 പേരും മരണപ്പെട്ടു. പിന്നീട് അവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ എന്തൊക്കെയോ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പിന്നീട് അതെന്തൊക്കെയോ പൂജയും കർമ്മങ്ങളുമൊക്കെ ചെയ്താ അത് മറ്റൊരാൾക്ക് കൊടുത്തതെന്ന കാര്യവും മലക്കറി വിൽക്കുന്ന ആൾ പറയും. അത് കേട്ട് ഞെട്ടിയനു ആ ഒരു ഫ്ളാറ്റ് F1 ആണോന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയുന്നത് F1 ആണോന്നൊന്നും അറിയില്ല, F ബ്ലോക്കിലുള്ള ഏതോ ഒരു ഫ്ളാറ്റ് ആണെന്നും മലക്കറി കടക്കാരൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അത് കേട്ടതും അനുവിന് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. തിരികെ റൂമിലേക്ക് വന്ന അനു കാർത്തികിനെ വിളിക്കുവാനായിട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് കോള് പോകുന്നതുമില്ല. മാത്രമല്ല അവിടെ കിടക്കുന്ന ന്യൂസ് പേപ്പറെല്ലാം തറയിലേക്ക് ചിതറുന്നു. കൂടാതെ കസേരയെല്ലാം തറയിലേക്ക് വീഴുന്നു. അവൾ അതൊക്കെ കണ്ട് പേടിച്ച് പുറത്തേക്ക് ഓടുവാനായി നോക്കുമ്പോഴോ കതക് വന്ന് ലോക്കാവുകയാണ്. അതും കൂടിയായപ്പോൾ പേടിച്ച് അനുവിന്റെ ബോധം പോയി. വിവരമറിഞ്ഞ് കാർത്തിക് വീട്ടിലേക്ക് വരും. അപ്പോൾ കാണുന്ന കാഴ്ച അവിടെ മാകെ അലങ്കോലമായി കിടക്കുന്നതാണ്. അനു പറയുന്നതൊന്നും കാർത്തിക് വിശ്വസിക്കുന്നതേയില്ല. നിനക്കിവിടം ഇഷ്ടമാകാത്തത് കൊണ്ട് നീ കള്ളം പറയുന്നതാ, ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ഫ്ളാറ്റ് വാങ്ങിയെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ച് അവൻ അവളെ ഒരുപാട് വഴക്ക് പറയും. അനു പറയുന്നതൊന്നും കാർത്തിക് വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അവൾ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോയി കതകടയ്ക്കുന്നു. അതേസമയം തന്നെയായിരുന്നു ബാൽക്കണിയുടെ ഡോറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകുന്നു. അത് കാണുന്ന കാർത്തിക് കരുതുന്നത് മിക്കവാറും കാറ്റടിച്ചെങ്ങാനും തുറന്നതായിരിക്കുമെന്നാ. എന്നാൽ അതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിന്റെ ഡോറ് തുറക്കുകയും പെട്ടെന്ന് തന്നെ അത് അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ആ ബാത്റൂമിന്റെ ഡോറ് തുറന്ന സമയത്ത് ആരുടെയോ നനഞ്ഞ കാൽപാദവും പോകുന്നുണ്ട്. ആ നനഞ്ഞ കാൽപാദം എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കി കാർത്തിക് ഇതിനെ ഫോളോ ചെയ്ത് പോകുമ്പോഴോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാലിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ഊഞ്ഞാലാണെങ്കിലോ കാർത്തികിനെ നോക്കി ആടുവാനായും തുടങ്ങി. അതും കൂടി ആയപ്പോൾ അനു പറയുന്നതെല്ലാം സത്യമാണെന്നും കാർത്തികിന് മനസ്സിലായി. അവനും വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അടുത്ത ദിവസം തന്നെ ഒരു പൂജാരിയെ പോയി കാണുകയാണ്.
പൂജാരിയെ കൊണ്ടുവന്ന സമയത്തോ പൂജാരി അവിടെ ചെറിയ പൂജയൊക്കെ നടത്തിയിട്ട് പറയുന്നത് ഇവിടെ നെഗറ്റീവ് എനർജി ഒന്നുമില്ല, പോസിറ്റീവ് എനർജിയാ ഉള്ളതെന്ന് പറഞ്ഞിട്ട് പോകും. അത് കേൾക്കുന്ന കാർത്തിക് മനുവും ചിന്തിക്കുന്നത് അപ്പോൾ അവർ കണ്ടതെന്താ കള്ളത്തരമാണോ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നതും. അതേസമയം തന്നെ അനു എന്തോ കണ്ട് അലറി വിളിക്കുകയാണ്. അപ്പോഴാണ് കാർത്തിക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ഭിത്തിയിൽ ആരോ എഴുതിയിരിക്കുന്നു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. എന്നാൽ അത് കണ്ട് ആരാ ഇതൊക്കെ എഴുതുന്നത് എന്നുള്ളൊരു പേടി അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകും. അത് കാണുന്ന കാർത്തിക് പറയും, ആരോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുകയാ, ഉണ്ടെന്ന് നീ എഴുതി നോക്കിയെന്നും അനുവിനോട് പറയുന്നു. അങ്ങനെ അനു യെസ് എന്ന് എഴുതും. അതേസമയം തന്നെ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് അനു കാർത്തിക് എന്ന് എഴുതുകയാണ്. സത്യത്തിൽ ആ ഭിത്തിയിൽ എഴുതുന്നത് മറ്റാരുമല്ല, ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ കൊണ്ടുപോയില്ലേ മഹി, അവൻ തന്നെയാണ്. അവനോട് ഡോക്ടർ പറഞ്ഞിരുന്നു അവനവിടെ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഇനി വരുന്ന സമയത്ത് അത് ആരാണെന്ന് ചോദിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് മഹി ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഭിത്തിയിൽ എഴുതിയതും. എന്നാൽ അവൻ ഭിത്തിയിൽ എഴുതുമ്പോൾ അത് കാണാൻ പറ്റുന്നത് ദേ കാർത്തികിനും മനുവിനും. കാർത്തിക്കും മനുവും ഭിത്തിയിൽ എഴുതുന്നതെല്ലാം മഹിക്കും കാണാൻ പറ്റുന്നു. അപ്പോൾ മഹിയുടെ അച്ഛനും അമ്മയുമായിട്ടുള്ള വിജിയും രമേശും ഇത് കാണുകയാണ്. എന്നിട്ട് മഹി പറയുന്നത് തൻ്റെ വീട്ടിൽ അച്ഛനായിട്ടുള്ള രമേശും അമ്മയായിട്ടുള്ള വിജിയും ഉണ്ടെന്നാണ്. ഇതെല്ലാം അനുവിനും കാർത്തിക്കിനും കാണുവാനായും പറ്റുന്നു. അത് കാണുമ്പോൾ അനുവും കാർത്തിക്കും പേടിക്കും. ആരാണിതൊക്കെ എഴുതുന്നതെന്ന് അനുവിനും കാർത്തിക്കിനും അറിയാൻ വയ്യ, ആരാണതൊക്കെ എഴുതുന്നതെന്ന് മഹിക്കും മഹിയുടെ വീട്ടുകാർക്കും അറിയാനേ പറ്റുന്നില്ല. ഇതെല്ലാം കാണുന്ന മഹിയുടെ അച്ഛനായ രമേശിന് മഹി അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ടെന്നൊക്കെ ഡോക്ടറിനോട് പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാകുന്നു. അത് കാരണം ചെറിയ ദേഹം തളർച്ച വന്ന മഹിയുടെ അച്ഛനായിട്ടുള്ള രമേശ് ആണെങ്കിൽ കട്ടിൽ പോയി കിടക്കുവാനായി വരുന്ന സമയത്ത് ഫാൻ ഇടുന്നു. എന്നാൽ രമേശ് ഫാൻ ഇടുന്ന സമയത്ത് ദേ അനുവിന്റെയും കാർത്തികിന്റെയും മുറിയിൽ ഫാൻ ഓൺ ആവുന്നു. ഇതെല്ലാം കാണുന്ന കാർത്തിക്കിനും അനുവിനും വല്ലാതെ പേടിയാകുന്നു. അതേസമയം തന്നെ കാർത്തിക് നിങ്ങൾ ഏത് ഏരിയ, ഏത് ഫ്ലാറ്റ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കാർത്തിക്കും അനുവും ഏത് ഏരിയയിലാണോ ഏത് ഫ്ലാറ്റിലാണോ ഉള്ളത് അത് തന്നെയാണ് റിപ്ലൈ വരുന്നതും. അത് കാരണം വീണ്ടും കാർത്തിക് ചോദിക്കും നിങ്ങൾ ഏതാ ഫ്ലാറ്റ് നമ്പർ എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക്കും അനുവും താമസിക്കുന്ന അതേ ഫ്ലാറ്റ് നമ്പറായിട്ടുള്ള F1 തന്നെയാണ് മഹി റിപ്ലൈ കൊടുക്കുന്നതും. അതോടുകൂടി രണ്ടു പേർക്കും പേടിയാകുവാനായും തുടങ്ങി. കാർത്തിക്കും അങ്ങോട്ട് പറയുന്നുണ്ട് അവരും F1ലാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ മഹിക്കും മഹിയുടെ വീട്ടുകാർക്കും പേടിയാകുന്നു. എന്നാൽ ശരി, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വല്ല വഴിയുമുണ്ടോ എന്ന് കാർത്തിക് ചോദിക്കുമ്പോൾ രമേശ് ആണെങ്കിലോ അവരുടെ മൊബൈൽ നമ്പർ എഴുതുന്നു. അങ്ങനെ അതേ മൊബൈൽ നമ്പറിലേക്ക് കാർത്തിക് വിളിച്ചു നോക്കുന്ന സമയത്ത് കിട്ടുന്നതേയില്ല. അങ്ങനെയാണെങ്കിൽ താഴത്തെ പാർക്കിൽ വെച്ച് ഇപ്പോൾ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാമെന്നും അവർ പറയും. ഉടനെ തന്നെ കാർത്തിക് മനു താഴത്തെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ മഹിയും മഹിയുടെ അച്ഛനായിട്ടുള്ള രമേശും അമ്മയായിട്ടുള്ള വിജിയും താഴേക്ക് പോവുകയാണ്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും രണ്ടു കൂട്ടരും ആരെയും തന്നെ കാണുന്നതേയില്ല. ആരെയും കാണാത്തത് കൊണ്ട് തന്നെ രണ്ടു കൂട്ടരും തിരികെ ഫ്ലാറ്റിലേക്ക് വരുന്നു. എന്നിട്ട് കാർത്തിക് എഴുതുന്നുണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തല്ലോ, നിങ്ങളെ കണ്ടില്ലല്ലോ. അതിന് മറുപടിയായിട്ട് രമേശ് എഴുതുന്നത് ഞങ്ങൾ വന്നിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങളെ കണ്ടില്ല, ആ മഴയെത്താൻ ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതെന്നും രമേശ് പറയുന്നു. മഴയോ, ഞങ്ങൾ ചെന്നപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് കാർത്തിക് പറയും. അത് കേട്ട് രണ്ടു കൂട്ടരും പേടിച്ചു പോകുന്നു. അതേസമയം തന്നെ കാർത്തിക് ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റും ഇപ്പോഴത്തെ സമയവും പറയുവാനായി പറയും. രമേശ് ആണെങ്കിലോ ഇന്നത്തെ ഡേറ്റും കറക്റ്റ് സമയവും എഴുതി അയക്കുകയാണ്. ഡേറ്റും സമയവും കറക്റ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ വർഷം ഏതാ, ഞങ്ങൾ 2022 കാർത്തിക് പറയും. അപ്പോൾ അതിന് മറുപടിയായിട്ട് രമേശ് പറയുന്നത് ഞങ്ങൾ 2012 രണ്ടു ഫാമിലിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അടുത്ത ദിവസം ജോലിക്കെത്തിയ കാർത്തിക് ഈ ഒരു കാര്യം തന്റെ ഓഫീസിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനോട് പറയുന്നു. ആ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യത്തിലും നല്ല അറിവുള്ള ആളാണ്. അദ്ദേഹവും എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ കാർത്തിക്കിനോട് പറയും. അവനും അത് മനസ്സിലാകുന്നില്ല. എന്നാൽ അതുപോലെ തന്നെ രമേശും ജോലിക്ക് പോകുന്ന സമയത്ത് രമേശിന്റെ അടുത്ത കൂട്ടുകാരനോട് ഇത് പറയുന്നു. കൂട്ടുകാരനും അതിനെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നു. അതുമായിട്ട് അറിവുള്ള ആളിനോട് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് 2012 2022 ഒരേ ടൈം ലൈനിൽ വരുന്നത് കൊണ്ടാ. ഇതെങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് രമേശ് ചോദിക്കുമ്പോൾ എങ്ങനെ ഇത് തനിയെ ഫോമായോ അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പോകുമെന്നുള്ള കാര്യം അദ്ദേഹം പറയും. ഒന്നുകിൽ ഈ ഒരു ടൈം ലൈൻ കഴിയുന്നത് വരെ രണ്ട് ഫാമിലിയും വെയിറ്റ് ചെയ്യുക, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് മാറുക, അതേ ഉള്ള ഒരു വഴിയെന്നും പറഞ്ഞു കൊടുക്കുന്ന ആൾ പറയും. എന്നാൽ രണ്ടു കൂട്ടരും കഷ്ടപ്പെട്ടാണല്ലോ ഫ്ലാറ്റ് വാങ്ങിയത്, അതുകൊണ്ട് തന്നെ അത് വിട്ടുകളയുവാനായിട്ട് അവർക്ക് താല്പര്യമില്ല. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവാനായിട്ടും രണ്ട് ഫാമിലിയും തീരുമാനിക്കുന്നു. ഇവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്നാൽ ഇപ്പോൾ മഹിയുടെ ആ ഒരു ഫ്ലാറ്റിലെ അവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാർത്തികിന്റെ ഫ്ലാറ്റിലെ ലൈറ്റ് ഓൺ ആകുന്നു.
ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാൻ ഓൺ ആകുന്നു. അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ ചെയ്യുന്നു, ദേ ഈ ഫ്ലാറ്റിലും അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. ഇപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അനു എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ദേ വിജിക്കാണ് എഫക്റ്റ് ആകുന്നതും. TV അവർ ഓൺ ആകുന്ന സമയത്ത് അവിടെ ഇട്ടിരിക്കുന്ന കാർട്ടൂൺ ചാനലായിരിക്കില്ല ദേ ഇപ്പോൾ ഇവരുടെ ഫ്ലാറ്റിൽ ഇട്ടിരിക്കുന്നതും. അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറിപ്പോകുന്നു. ലൈറ്റ് ഇടുന്ന സമയത്ത് മറ്റേ ഫ്ലാറ്റിൽ ലൈറ്റ് ഓൺ ആകുന്നു, ഫാൻ ഇടുന്ന സമയത്ത് ഫാൻ ഓൺ ആകുന്നു. മാത്രവുമല്ല, മഹിയുടെ ഫ്ലാറ്റിലാണെങ്കിലോ മഹിയുടെ അച്ഛനാണെങ്കിൽ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഷവർ ഓൺ ആകുന്നു. കാരണം കാർത്തികിന്റെ ഫ്ലാറ്റിൽ ആരെങ്കിലും നിന്ന് കുളിക്കുകയായിരിക്കും. അങ്ങനെ രണ്ട് ഫാമിലിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത വിധം പ്രശ്നങ്ങൾ വലുതായിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കാർത്തികിന് ഉറക്കം നഷ്ടമായി. അടുത്ത ദിവസം ഓഫീസിലെത്തുമ്പോഴും അവൻ ഓഫീസിലിരുന്ന് ഉറങ്ങുന്നത് കാരണം അവന് പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് നഷ്ടമായി. അതുകൊണ്ട് തന്നെ കാർത്തികിന്റെ ജോലിയും പോയി. കാർത്തികിനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. അവൻ നേരെ ഫ്ലാറ്റിലേക്ക് വന്നിട്ട്, നിങ്ങൾ കാരണമാ എന്റെ ജോലി പോയത്, എനിക്ക് ഉറക്കം നഷ്ടമായി, അത് കാരണം എന്റെ ജോലിയും നഷ്ടമായി എന്ന് പറഞ്ഞ് അവൻ വല്ലാതെ ബഹളം വയ്ക്കും. അത് കാണുന്ന രമേശ് ആണെങ്കിലോ, അയ്യോ ഞങ്ങളെ കാരണമാണല്ലോ അവന്റെ ജോലി പോയത് എന്നുള്ള കാര്യമൊക്കെ അയാൾ ചിന്തിക്കുന്നു. രമേശിന് വല്ലാത്ത സങ്കടം. രമേശ് തന്റെ ഭാര്യയായ വിജിയോട് പറയുന്നുണ്ട്, നമ്മൾ കാരണമാ കാർത്തികിന് പ്രശ്നം വന്നത്, നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് മാറിപ്പോയാലോ എന്ന് ചോദിക്കും. എന്നാൽ അത് കേട്ട് വിജിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. നമ്മൾ എന്തിനു മാറിപ്പോകണം, നമ്മൾ എന്ത് കഷ്ടപ്പെട്ട ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രണ്ട് വീട്ടുകാരെയും എതിർത്ത് വിവാഹം കഴിച്ചിട്ട് കുട്ടിയെ പോലും നോക്കുവാനായിട്ട് നമുക്കിപ്പോൾ സമയം കിട്ടുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിയത്, അത് കളഞ്ഞിട്ട് പോകാനോ, അതൊരിക്കലും നടക്കില്ല എന്ന് ഭാര്യ പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകവേ ഒരു ദിവസമാണെങ്കിലോ രമേശ് ആണെങ്കിൽ ഫാൻ കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ ഫാൻ റെഡിയാക്കുവാനായിട്ട് മീറ്ററിൽ നിന്നും മെയിൻ ഓഫ് ആക്കിയിട്ടാണ് കയറുന്നതും. മീറ്റർ ബോക്സിൽ പ്രത്യേകം എഴുതി വെച്ചിരുന്നു, ഫാൻ റെഡിയാക്കുവാനായി കയറുകയാണ്, ഇപ്പോഴൊന്നും മെയിൻ ഓൺ ആക്കരുതെന്ന്. എന്നാൽ ഫ്ലാറ്റിലേക്ക് എത്തിയ കാർത്തിക് ഇതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. അവൻ വന്നിട്ട് ഫാൻ ഇടാൻ നോക്കുമ്പോൾ ഫാൻ കറങ്ങുന്നില്ല. അടുത്തുള്ള ഫ്ലാറ്റിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെയെല്ലാം കറണ്ടുണ്ട്. അപ്പോൾ മെയിൻ ഓഫ് ആയിരിക്കുമെന്ന് കരുതി രമേശ് എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാതെ തന്നെ മെയിൻ ഓൺ ആക്കുന്നു. അതേസമയം രമേശ് ആണെങ്കിലോ ഉയറിൽ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെയിൻ ഓൺ ആക്കിയതും രമേശ് ഉടനെ തന്നെ ഷോക്ക് അടിച്ച് താഴേക്ക് വന്ന് വീഴുന്നു. വലിയ അപകടമൊന്നും ഭാഗ്യത്തിന് സംഭവിച്ചില്ല. ആ ഒരു ബഹളം കേട്ട് രമേശിന്റെ ഭാര്യയെ വിജയ് അവിടേക്ക് വരും. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ രമേശ് ആണെങ്കിലോ നടന്ന കാര്യങ്ങളൊന്നും പറയില്ല. കാർത്തികിനെ അവൾ കുറ്റം പറഞ്ഞാലോ എന്ന് പേടിച്ച് എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുന്നു. പക്ഷെ ഇതെല്ലാം മഹി കണ്ടിരുന്നല്ലോ. മഹി പറയും, അച്ഛൻ മീറ്റർ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടും അവർ മെയിൻ ഓണാക്കി, അങ്ങനെ അച്ഛന് ഷോക്ക് അടിച്ചു എന്ന് മഹി പറയുന്നു. അത് കേട്ടതും വിജിക്ക് വല്ലാതെ ദേഷ്യം വരും. നിങ്ങൾ മനഃപൂർവ്വം എൻ്റെ ഹസ്ബൻഡിനെ കൊല്ലാനായി ശ്രമിച്ചല്ലേ, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ മെയിൻ ഓൺ ആക്കിയത് എന്നുള്ള കാര്യം വിജി ചോദിക്കുന്നു. അത് കേട്ടതും കാർത്തികിന് വല്ലാതെ സങ്കടം വരും. താൻ ഒരാളെ കൊല്ലാനായി ശ്രമിച്ചു എന്നൊക്കെ കാർത്തികൻ ചിന്തിക്കും. വിജി അവരെ വഴക്ക് പറഞ്ഞതിന് മഹിയാണ് മാപ്പ് ചോദിക്കുന്നതും. കാർത്തികിന് വല്ലാത്ത വിഷമം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് വിറ്റാലോ എന്ന് കാർത്തിക് അനുവിനോട് ചോദിക്കുന്നു. അങ്ങനെ രണ്ടു കൂട്ടരും കൂടി ഫ്ലാറ്റ് വിൽക്കുവാനായും തീരുമാനിച്ച് പരസ്യവും കൊടുക്കുകയാണ്. ഫ്ലാറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ അവിടേക്ക് വരും. എന്നാൽ അതിനു മുൻപായിട്ട് രണ്ട് ഫാമിലിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തതെല്ലാം പേപ്പർ വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കാറ്റടിച്ച് ഒരു പേപ്പർ തറയിലേക്ക് ഇളകി വീണത് കാരണം അവർ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫ്ലാറ്റ് കാണാൻ വന്നവൻ കാണുന്നു. ആ പേപ്പർ മുഴുവൻ മാറ്റി നോക്കിയ സമയത്ത് അവിടെ മുഴുവൻ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതെല്ലാം അയാൾ കാണുന്നു. അത് കാരണം അയാൾക്ക് വല്ലാതെ പേടിയാകുവാനായി തുടങ്ങി. എന്താ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നതെന്നും അയാൾ ചോദിക്കുന്നു. അതേസമയം തന്നെയായിരുന്നു ജോലി കഴിഞ്ഞ് വന്ന രമേശ് ആണെങ്കിലോ കുളിക്കുവാനായിട്ട് ബാത്റൂമിൽ കയറിയതും ദേ കാർത്തികിന്റെയൊക്കെ ഫ്ലാറ്റില് ബാത്റൂമിന്റെ ഡോർ ഓപ്പൺ ആകുന്നു. അത് കാണുന്ന ഫ്ലാറ്റ് കാണാൻ വന്ന ആൾക്ക് വല്ലാതെ പേടിയാകും. അതേസമയം തന്നെ സ്കൂൾ വിട്ട് വന്നിട്ടുള്ള മഹിയാണെങ്കിലോ കാർട്ടൂൺ ചാനൽ ഓണാക്കിയതും കാർത്തികിന്റെ വീട്ടിലെ TV ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുന്നു. മാത്രമല്ല അവരുടെ വീട്ടിൽ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അവിടെ വന്ന കുട്ടികൾ എല്ലാവരും കൂടി ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചത് കാരണം കാർത്തികിന്റെ ഫ്ലാറ്റിലെ ചെയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് കാണുന്ന ആ ഒരു ഫ്ലാറ്റ് നോക്കാൻ വന്ന ആളിന് വല്ലാതെ പേടിയാകുവാനും തുടങ്ങി. അവിടെ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ ആ ഒരു ഫ്ലാറ്റ് വാങ്ങാതെ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോവുകയാണ് ചെയ്തതും. അത് കാരണം കാർത്തികിനും അനുവിനും ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് ഇവിടെ നിന്ന് മാറി താമസിച്ചാലോ എന്ന് കാർത്തികിനോട് അനു ചോദിക്കുമ്പോൾ, എങ്ങനെ മാറാനാ, ഈ ഒരു ഫ്ലാറ്റിന്റെ കാശെങ്കിലും നമുക്ക് കിട്ടണ്ടേ, കാശില്ലാതെ താൻ എങ്ങോട്ടുമില്ല എന്നുള്ള കാര്യം കാർത്തിക് പറയും. അത് കാരണം അനുവിനും കാർത്തികിനും ഇടയിൽ വലിയ വലിയ വഴക്കുകൾ നടക്കും. അവസാനം അനുവാണെങ്കിലോ താനിനി ഇവിടെ നിൽക്കില്ല, തന്റെ അമ്മയുടെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവൾ ഇറങ്ങിപ്പോകുന്നു. അത് കാരണം കാർത്തികിന് വല്ലാത്ത ദേഷ്യം. നിങ്ങൾ കാരണമാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിയത് അവളിപ്പോൾ എന്നോടൊപ്പം ഇല്ല
ഒന്നുമില്ല. നിങ്ങൾ സന്തോഷമായി ജീവിച്ചോ, ഇനി ഞാൻ എന്തിനാ ഇവിടെ ജീവിക്കുന്നത്, നിങ്ങൾ തന്നെ ജീവിച്ചോ എന്ന് അവൻ ഭിത്തിയിൽ എഴുതിയിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അതെല്ലാം കാണുന്ന രമേശിനും വിജിക്കും വല്ലാതെ സങ്കടമാകുന്നു. ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങിയ കാർത്തിക് നേരെ വരുന്നത് തന്റെ കൂട്ടുകാരനും സീനിയർ ഓഫീസറിനും അടുത്താണ്. മദ്യപിച്ച് അവൻ ഒരുപാട് കരയുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇതിനു മുൻപും അവിടെ ഒരുപാട് പേർ താമസിച്ചിട്ടില്ലേ, പിന്നെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവൻ കരയുന്നതും. അത് കേൾക്കുന്ന സീനിയർ ഓഫീസർ പറയും, അത് ശരിയാ, നിനക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, അത് കണ്ടുപിടിക്കണമല്ലോ. അയാൾ 2012 പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം. അയാൾ ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിലെ അവിടേക്ക് പോയി അന്വേഷിക്കാമെന്നും കാർത്തികിനോട് കൂട്ടുകാരനും സീനിയർ ഓഫീസറും പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ രമേശിനെയും ഭാര്യ വിജയെയും മകനായിട്ടുള്ള മഹിയെയും കുറിച്ച് അന്വേഷിച്ച് കാർത്തികും കൂട്ടുകാരനും ഇറങ്ങുകയാണ്. ഒരുപാട് പേരെടുത്ത് ചെന്ന് ചോദിച്ചു. പക്ഷെ അവരൊക്കെ പറയുന്നത് 2014 ശേഷം അവരെവിടെ പോയെന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടെ തന്നെയാ താമസിച്ചത്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് പരിചയമുള്ളവരൊക്കെ പറയുന്നത്. അവസാനം ആ ഒരു ഫ്ലാറ്റ് കാർത്തികിനൊക്കെ വിറ്റ ആളില്ലേ അയാളുടെ അടുത്ത് ചെല്ലുന്നു. അയാളും പറയുന്നത് 2014 ശേഷം ആ ഒരു ഫാമിലിയെ കണ്ടിട്ടേയില്ല, മാത്രമല്ല എന്തോ എമർജൻസി എന്ന് പറഞ്ഞിട്ടാ ഫ്ലാറ്റ് വിറ്റിട്ട് പോയതും. അവരുടെ സാധനങ്ങളൊന്നും എടുക്കാതെ അവർ പോയത്. പിന്നീട് വന്ന ഫാമിലികളെല്ലാം ഇതേ സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത്, നിങ്ങളും അത് തന്നെ ഉപയോഗിക്കുന്നതെന്നും ആ ഒരു ഫ്ലാറ്റ് വിറ്റ ആൾ പറയുകയാണ്. അതേ സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് രമേശൊക്കെ എന്ത് ചെയ്താലും അതേ കാര്യങ്ങൾ തന്നെ ദേ ഇപ്പോൾ കാർത്തികിനും മനുവിനും ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. അവിടെ TV ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെയും TV ഓൺ ആകുന്നു, അവിടുത്തെ ബാത്റൂം വർക്ക് ചെയ്താൽ ഇവിടെയും വർക്കാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതും. എന്നാൽ കാർത്തിക് എങ്ങനെയാണോ രമേശിനെ കുറിച്ച് അന്വേഷിക്കുന്നത്, അതുപോലെ തന്നെ രമേശും കാർത്തികിനെ കുറിച്ച് അന്വേഷിക്കുവാനായും തീരുമാനിക്കുന്നു. കാർത്തിക് പറഞ്ഞിട്ടുണ്ട് 2012 കാലഘട്ടത്തിലൊക്കെ താനൊരു പിസ്സ ഷോപ്പിൽ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നുവെന്ന്. അത് ഓർമ്മയുണ്ടായിരുന്ന രമേശ് ഉടനെ തന്നെ കാർത്തിക് പറഞ്ഞ അതേ പിസ്സ ഷോപ്പിലേക്ക് ചെല്ലും. എന്നിട്ട് കാർത്തികിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. കാർത്തിക് ഡെലിവറിക്ക് വേണ്ടി പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാർത്തികിന്റെ ഫോൺ നമ്പരും രമേശ് വാങ്ങുകയാണ്. എന്നിട്ട് രമേശ് ഉടനെ തന്നെ കാർത്തികിനെ വിളിക്കും. എന്നിട്ട് കാര്യങ്ങളെല്ലാം രമേശ് കാർത്തികിനോട് പറയുമ്പോഴോ ആ കാർത്തികിന് അതൊന്നും അറിയുവാനേ വയ്യ. നിങ്ങൾ എന്തായി പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും പരിഹാരം കാണണം, നിങ്ങൾക്കെന്നെ ഓർമ്മയില്ലേ എന്നൊക്കെ രമേശ് ചോദിക്കുന്നു. പക്ഷേ ആ ഒരു കാർത്തികിന് അതൊന്നും അറിയുവാനേ വയ്യ. അതുപോലെ തന്നെ കാർത്തികം രമേശിനെ കുറിച്ച് അന്വേഷിച്ച് നടക്കുകയാണല്ലോ. രമേശിന്റെ ഒരു ഫോട്ടോയും കാർത്തികിന് കിട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല രമേശ് ജോലി ചെയ്തിരുന്ന ഫാക്ടറിയുടെ ഡീറ്റെയിൽസും കിട്ടിയ കാർത്തിക് ഉടനെ തന്നെ ഫാക്ടറിയിലേക്ക് പോകുന്ന വഴിയിൽ ഫാക്ടറിയുടെ മുന്നിൽ വെച്ച് തന്നെ കാർത്തികിന്റെ സ്കൂട്ടർ ആക്സിഡന്റ് ആവുകയാണ്. കാർത്തിക് നേരെ തെറിച്ചു വീഴുന്നത് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുന്നിലേക്ക്. മാത്രവുമല്ല കാർത്തികിന്റെ പോക്കറ്റിൽ നിന്നും രമേശിന്റെ ഫോട്ടോയും തെറിച്ച് സെക്യൂരിറ്റിയുടെ മുന്നിലേക്ക് വീഴുന്നു. ഫോട്ടോ എടുത്തു നോക്കിയ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട്, ഇത് രമേശ് അല്ലേ? അത് കേട്ട കാർത്തിക്, നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. അറിയാമല്ലോ, ഈ ഫാക്ടറിയിലെ വർക്ക് ചെയ്യുന്നതെന്നും പറയുന്നു. ഉടനെ തന്നെ കാർത്തിക് ഫാക്ടറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് രമേശും കാർത്തികും പരസ്പരം കണ്ടുമുട്ടും. കാർത്തിക് പറയുന്നതൊന്നും രമേശിന് മനസ്സിലാകുന്നതേയില്ല. നിങ്ങൾ എന്ത് കാര്യമാ പറയുന്നത്? ഫ്ളാറ്റിൽ നടക്കുന്ന കാര്യം അത് കണക്ക് സംഭവിക്കുന്നെന്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് രമേശ് പറയുന്നതും. കാർത്തിക് അവിടെ നിന്നും സങ്കടപ്പെട്ടു പോവുകയാണ്. കാർത്തിക് പറഞ്ഞ ഫ്ലാറ്റ് നമ്പർ എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ താൻ കാരണം കാർത്തികിന് എന്തോ പ്രശ്നം നേരിടുകയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അന്നേ ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞതും രമേശ് ആണെങ്കിലോ തന്റെ ഭാര്യയെ വിജയും കൂട്ടി കാർത്തികിന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നു. കാർത്തിക് ആണെങ്കിൽ അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന സമയം. വീട്ടിലേക്ക് എത്തിയ സമയത്ത് രമേശിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഭിത്തിയിൽ അവർ ചാറ്റ് ചെയ്തിരുന്നതും രമേശിന് കാണിച്ചു കൊടുക്കുന്നു. അത് കാണുന്നതും രമേശിനും വിജിക്കും കാർത്തിക് പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ രമേശിനെയും വിജയും കൊണ്ട് 2012 രമേശിനോടും വിജയോടും ചാറ്റ് ചെയ്യിക്കുകയാണ്. ഞങ്ങൾ 2022 രമേശും വിജയാണെന്ന് പറയും. എന്നാൽ 2012 വിശ്വസിക്കുവാനായും കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഈ 2022 രമേശ് ആണെങ്കിലോ അവരുടെ ജീവിതത്തിൽ നടന്ന പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം മറ്റേ രമേശിനോട് പറയുന്നു. അതോടുകൂടി രമേശ് അത് വിശ്വസിക്കും. അങ്ങനെ 2012 രമേശും 2022 രമേശും ഫാമിലിയും അതങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമായി അവർക്ക്. നടക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണല്ലോ എന്ന് വിശ്വസിച്ച 2012 വിജി, നമ്മുടെ മോൻ മഹിയിലെ അവനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, അവൻ വളർന്നു വലുതായോ എന്ന് ചോദിക്കും. അത് കേട്ടതും 2022 വിജി പൊട്ടിക്കരയുകയാണ്. കാരണം എന്തെന്നാൽ അവരുടെ മകനായിട്ടുള്ള മഹി മരണപ്പെട്ടു പോയി. അവൻ മരത്തിന് മുകളിൽ നിന്ന് വീണ് 2 വർഷം കോമയിലായിരുന്നു. പിന്നീട് അവൻ മരണപ്പെട്ടു പോയി എന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിജി പറയും. എന്നിട്ട് ആ ഒരു സംഭവം നടന്ന അതേ ഡേറ്റും സമയവും ഇപ്പോഴുള്ള അതേ ഡേറ്റും സമയത്താണ്. നിങ്ങൾ എത്രയും വേഗം പോയി കഴിഞ്ഞാൽ മകനെ രക്ഷിക്കാനാകുമെന്നും വിജി പറയുന്നു.
എത്രയും വേഗം താഴത്തെ പാർക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മകനെ രക്ഷിക്കാനാകുമെന്ന് പറഞ്ഞ് രമേശും വിജിയും താഴെ പാർക്കിലേക്ക് ഓടിച്ചെല്ലുന്നു. അതേസമയം മഴ പെയ്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന മഹിയാണെങ്കിലോ കളിയെല്ലാം നിർത്തി പോകാനായി ഒരുങ്ങുന്ന സമയത്തായിരുന്നു അവന്റെ ഒരു പാവക്കുട്ടി മരത്തിൽ കൊളുത്തിയിരിക്കുന്നത് അവൻ കാണുന്നതും. അതെടുക്കുവാനായിട്ട് അവൻ മരത്തിന് മുകളിലേക്ക് കയറി 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 ഒരുപാട് ഉയരത്തിലെത്തി. അങ്ങനെ കാൽ വഴുതി അവൻ താഴേക്ക് വീഴുവാനായി പോകുന്ന സമയം തന്നെയായിരുന്നു 2012 കാർത്തിക് അവിടേക്ക് വരുന്നതും. സത്യത്തിൽ 2012 കാർത്തികിനെ കാണുവാനായിട്ട് രമേശ് പോയിരുന്നല്ലോ ആ ഒരു പിസ്സ ഷോപ്പിലേക്ക്. അതേസമയം പറഞ്ഞിരുന്നു വൈകിട്ട് ഞങ്ങളെ കാണുവാനായിട്ടൊന്ന് വരണേ എന്ന്. അവിടെ നിന്ന് കാർത്തികിന്റെ നമ്പർ വാങ്ങി വിളിച്ച സമയത്ത് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞപ്പോൾ കാർത്തികിന് അതൊന്നും മനസ്സിലായില്ലല്ലോ. അതുകൊണ്ട് തന്നെ വൈകിട്ട് തങ്ങളെ കാണാൻ വരണേ എന്ന് പ്രത്യേകം രമേശ് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് കാർത്തിക് ഇപ്പോൾ ദേ അവരെ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നതും. 2012 കാർത്തിക് ബൈക്കിൽ വരുന്ന സമയമായിരുന്നു ക്യാൻ കൊണ്ടുവരുന്ന ഒരു ചെറിയൊരു ടെമ്പോ കാർത്തികിന്റെ ബൈക്കുമായി കൂട്ടിയിടിക്കുന്നതും കാർത്തിക് തെറിച്ചു പോകുന്നതും. ക്യാൻ കൊണ്ടുപോകുന്ന ടെമ്പോ ഇടിച്ച് 2012 കാർത്തിക് തെറിച്ചു പോവുകയാണ്. എന്നാൽ ഇതേ കണക്ക് തന്നെയാണ് 2022 കാർത്തികിനും ആക്സിഡന്റ് സംഭവിച്ചതും. 2012 കാർത്തികിനെ ഇടിച്ച അതേ ടെമ്പോ തന്നെയാണ് 2022 കാർത്തികിനെ ഇടിച്ചതും. കാർത്തിക് തെറിച്ച് ഫാക്ടറിക്ക് മുന്നിൽ വീണ ആ ഒരു സംഭവം ഉണ്ടായതും. 2012 വണ്ടി ഇടിച്ച് തെറിച്ച് പോവുകയായിരുന്നു കാർത്തിക്. അതേസമയം തന്നെയായിരുന്നു മരത്തിൽ നിന്നും കാല് തന്നെ മഹി താഴേക്ക് വീഴുന്നതും. തെറിച്ചു പോവുകയായിരുന്ന കാർത്തിക് നേരെ വന്ന് മഹിയെ ക്യാച്ച് പിടിക്കുകയാണ്. അതോടുകൂടി മഹിയും രക്ഷപ്പെടുന്നു. താഴേക്ക് വരുന്ന രമേശും വിജിയും അത് കാണുകയാണ്. അവരാണെങ്കിൽ മഹിയെ കെട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ തിരിച്ച് ഫ്ളാറ്റിലേക്ക് വരുന്ന രമേശും വിജിയും 2022 രമേശിനോടും വിജിയോടും മകൻ സേഫ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അത് കേട്ടതും രമേശും വിജിയും പൊട്ടിക്കരയും. എന്നിട്ട് 2012 രമേശും വിജിയും തന്റെ മകന്റെ രൂപത്തിലുള്ള ഒരു ചിത്രം വരച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന 2022 രമേശും വിജിയും ആ ഒരു ചിത്രത്തെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. സത്യത്തിൽ ഇത്രയും സംഭവം ഉണ്ടായതെല്ലാം മഹിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്തെന്നാൽ മഹി മരിച്ചതിനു ശേഷം വിജിയുടെ അവസ്ഥ വല്ലാതെ മോശമായി. വിജിയുടെ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ ഡോക്ടർ പറഞ്ഞത് വിജിയെ രക്ഷിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് നിങ്ങളുടെ മരണപ്പെട്ടു പോയ മകൻ തിരിച്ചു വരണം. അങ്ങനെ വരണമെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം, അല്ലാതെ വേറൊന്നും വഴിയില്ല എന്ന് ഡോക്ടർ അന്ന് പറഞ്ഞിരുന്നു. മഹിയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ദൈവമാകാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അതിന് നിമിത്തമായത് കാർത്തിക്കും അനുവുമാണ്. കാർത്തിക്കും അനുവും അന്ന് താമസത്തിന് വന്ന സമയം തന്നെ അവരുടെ ഫ്ളാറ്റിൽ ഒരു മിന്നലേറ്റല്ലോ. ആ ഒരു മിന്നലേറ്റതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുവാനായിട്ട് തുടങ്ങിയതും. മഹി ജീവനോട് തിരിച്ചു വരാൻ കാരണമായതും ഇത്തരം പ്രശ്നങ്ങളൊക്കെയായിരുന്നു. മറ്റൊരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ മകൻ മഹി ജീവനോടെ ഇരിക്കുന്നു എന്ന സമാധാനത്തിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം ഞങ്ങൾ ജീവിക്കാമെന്നും മറ്റൊരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ മകൻ മഹി ജീവനോടെ ഇരിക്കുന്നുവെന്ന് സമാധാനിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇനി അങ്ങോട്ടുള്ള ജീവിതം ജീവിക്കാമെന്നും രമേശും വിജിയും പറയുന്നു. അത് കേട്ട കാർത്തിക് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള കാലം നിങ്ങളാണ് ഇവിടെ ജീവിക്കേണ്ടത്, അല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഫ്ളാറ്റിന്റെ ചാവി 2022 രമേശിനെയും വിജിയെയും ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.